നാനാജി, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇന്ന് തന്നെ നാനിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തേ പറ്റൂ. ശരി, ഉടനെ വരുത്താം. ശിവമോനെ, വേഗം പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. ഈ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചതാ. അതായത് ഇത്രയും ദിവസം ഞാനല്ല ചികിത്സിക്കുന്നത്. അപ്പോ എനിക്കറിയാലോ ഏത് മരുന്നാ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? വീനസ് സിറ്റിയിൽ മാത്രമേ ഈ മരുന്ന് കിട്ടുള്ളൂ. സൂര്യാസ്തമനത്തിന് മുമ്പ് വേണം. അല്ലെങ്കിൽ നാനിജിയുടെ കാര്യം എനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല സർ. ഞാൻ പോയി ആ മരുന്ന് വാങ്ങിച്ചോണ്ട് വരും. ശിവ, നിനക്കൊരു കാര്യം അറിയാം? നമ്മുടെ വേദ സിറ്റിയില് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്നലെ വേദ നഗരത്തിലുണ്ടായ കൊടുങ്കാറ്റിൽ ആകെ നാശനഷ്ടങ്ങൾ. വഴികൾ മൊത്തം ബ്ലോക്കായി. മണ്ണിടിച്ചിലിന്റെ ഫലമായി റെയിൽവേ ട്രാക്ക് ബ്ലോക്ക് ആണ്. അടുത്ത സിറ്റിയിലേക്ക് പോകാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് ഈ വേദ നഗരത്തിലുള്ള ജനങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ആകെ ഫ്ലൈറ്റിലൂടെയോ ഹെലികോപ്റ്ററിലൂടെയോ സഞ്ചരിക്കാനാവുള്ളൂ. ഇതല്ലാതെ വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാവില്ല. നഗരത്തിലുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുകൾ കണ്ടമാനം കുറയുന്നു. കടയിൽ പലചരക്ക് സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എന്താകും ഈ വേദ നഗരം? ഞങ്ങളുടെ പ്രധാന വാർത്തകൾ കാണാൻ വീണ്ടും 8 മണിക്ക് വരിക. ശിവ, നീ ഇത്രയും ദൂരം എങ്ങനെ പോകും? അങ്ങനെ പോകാൻ ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ സൈക്കിൾ കൊണ്ടുപോകും മുത്തശ്ശ. വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ മരുന്ന് എത്തിച്ചിരിക്കും. ഞാൻ ആദ്യം ലഡ്ഡു സിംഗ് സാറിനോട് ഹെൽപ്പ് ചോദിച്ചു നോക്കാം. ശിവ, എനിക്കൊരു കാര്യം പറയുന്നതിൽ വിഷമമുണ്ട്. ഇതുപോലെ സമയത്ത് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ലാന്ന്. കൂടാതെ വേദ സിറ്റിയുടെ ഹെലികോപ്റ്റർ ഇപ്പൊ റിപ്പയർ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ശിവ, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ ജീപ്പിൽ കൊണ്ടുപോയി വേഗത്തിൽ ആ സ്ഥലത്തേക്ക് എത്തിക്കാം. പിന്നെ നീ നോക്കിക്കൊള്ളാം. റോഡ് ജാം ഉള്ളവരെ ഞാൻ പോകൂ. ഓക്കേ? താങ്ക് യു സർ. കുറച്ചെങ്കിലും സമയം രക്ഷിക്കാം. അതിനുള്ളിൽ ഞാൻ നോക്കാം. സോറി ശിവ, ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനാവില്ല. പക്ഷെ നിക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ഭാഗത്തേക്ക് നിനക്ക് പോവാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഒരുപാട് ദൂരം വരെ ട്രാഫിക് ജാമായി കിടക്കുകയാണ്. സോറി ശിവ, ഇവിടെ വണ്ടിയൊക്കെ ആകെ ബ്ലോക്കായി കിടക്കാണ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അല്ല, ഞാനിത് എവിടെയാണ്? സത്യത്തിൽ ഞാൻ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഗുഹയ്ക്കകത്താണോ കുടുങ്ങിയിരിക്കുന്നത്? അതോ വല്ല ടണലിൽ കുടുങ്ങിപ്പോയോ? രക്ഷിക്കണേ. പേടിക്കണ്ട ലഡ്ഡു സിംഗ് സാറേ, എല്ലാം സുരക്ഷിതമാണ്. നോക്കു ശിവ, നിന്റെ സൈക്കിൾ ഹെലികോപ്റ്റർ മോഡിലിട്ട് പറപ്പിക്കാൻ സാധിക്കുമല്ലോ. അത് ബാറ്ററിയല്ലേ ചലിക്കുന്നത്. അതിന്റെ ബാറ്ററി വളരെ ചെറുതുമാണ്. സൈക്കിളിൽ വലിയ ബാറ്ററി പിടിപ്പിക്കാനാവില്ല. വളരെ അത്യാവശ്യമുള്ളപ്പോൾ ഒരു 4, 5, 6 കിലോമീറ്റർ വരെ പോവാം. അതിന് കൂടുതൽ സൈക്കിൾ പ്രവർത്തിക്കാനാവില്ല. എന്തായാലും ഞാനൊന്ന് നോക്കാം. ബൈ. റെയിൽവേ ട്രാക്കിലൂടെ സൈക്കിൾ ഓടിച്ചാൽ വളരെ സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് എളുപ്പത്തിൽ എത്താനും പറ്റും.
ഇതാ എന്റെ ഗ്ലൂ ടയർ ഓൺ ആയിരിക്കുന്നു. ഇനി ഇത് റെയിൽവേ ട്രാക്കിൽ ഒട്ടിപ്പിടിച്ച് വേഗത്തിൽ പോകാൻ പറ്റും. ഞാൻ എന്തായി കാണുന്നത്? നിൽക്കൂ. കൊള്ളാം, നീ സൈക്കിൾ ഓടിക്കാൻ ബഹുമിടുക്കനാണ്. എങ്ങോട്ടായി എഴുന്നള്ളിപ്പ്? വീനസ് സിറ്റി. ഈ സൈക്കിളിലാണോ വീനസ് സിറ്റി വരെ നീ പോകാൻ പോകുന്നത്? അതെ, ഈ സൈക്കിളിൽ ഒരുപാട് കഴിവുകളുണ്ട്. സൈക്കിളിന് പറക്കാൻ പറ്റും, വളരെ സ്പീഡിൽ പോകാൻ പറ്റും, കൂടാതെ ഒരുപാട് ഗാഡ്ജറ്റ്സും ഇതിലുണ്ട്. ആ, എനിക്കും കണ്ടപ്പോ അങ്ങനെ തോന്നി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സൈക്കിൾ ഇവിടെ വിട്ടേക്ക്. പറ്റില്ല, എനിക്ക് എന്റെ മുത്തശ്ശിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോണം. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. മര്യാദക്ക് സൈക്കിൾ താ, പിന്നെ നിന്റെ പോക്കറ്റിലുള്ള പണവും തന്നേക്ക്. എന്തായാലും മരുന്ന് മേടിക്കാൻ പോകല്ലേ, ആ പണമാണ് ഞാനിപ്പോ നിന്നോട് ചോദിച്ചത്. തരാൻ വേഗം എടുത്തരാനാ പറഞ്ഞത്. അഥവാ തന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ വടി കണ്ടില്ലേ കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഹലോ ഹലോ, നന്ദു, സോഹൻ, മോത്തി, ബില്ലു. പറയൂ ബോസ്. റെയിൽവേ ട്രാക്കിലൂടെ ഒരു ചെറുക്കൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ പിടിച്ച് അവന്റെ സൈക്കിൾ തട്ടിയെടുക്ക്. ആ കുരുത്തം കെട്ടവൻ എന്നെ അടിച്ചിട്ടാ വന്നത്. അവനെ ഒരുത്തനും നിങ്ങൾ വിടാൻ പാടില്ല. ഓക്കെ ബോസ്. എന്താ, ആ കുട്ടിയെ പിടിച്ചോ? ഇല്ല ബോസ്, അവന്റെ ഇടി കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ നടുവിന്റെ പരിപ്പിളകി പോയ ബോസ്. ഹലോ ശങ്കര. ഓക്കെ ബോസ്, അവനെ ഞാൻ നോക്കിക്കോളാം. എന്നെ വിട്. എന്താ
ബോസ് ഇന്നാ കൊണ്ടുപോക്കോ. വേണമെങ്കിൽ നിന്റെ സൈക്കിൾ കൂടി എടുത്തോണ്ട് പോക്കോ. എന്നെ വിട്ടേക്ക് മോനെ. മനുഷ്യത്വം കുറച്ചു പോലും ഇല്ലാത്ത ആൾക്കാരാ നിങ്ങൾ. നല്ലവണ്ണം പെരുമാറിയാൽ മാത്രമേ ബുദ്ധി കുറച്ച് തെളിയുള്ളൂ. ഹാ. എന്തിനാ അവനെ അത്രയും ദൂരേക്ക് നിങ്ങൾ പറഞ്ഞയച്ചത്? വീനസ് സിറ്റി എന്തുമാത്രം ദൂരമുള്ളത്. എന്റെ മോൻ എങ്ങനെ അങ്ങോട്ട് പോകും? എനിക്ക് പേടിയാവും. ശിവയ്ക്കൊന്നും സംഭവിക്കില്ല മുത്തശ്ശി. നിങ്ങൾ വെറുതെ അങ്ങനെ വിഷമിക്കരുത്. ഹെലികോപ്റ്റർ പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാം ചെന്ന് ശിവനെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അവൻ എന്നെ തല്ലി, എന്റെ ആൾക്കാരെ മുഴുവനും തല്ലി. ഇനി അവനെ ആ വീനസ് സിറ്റിയിൽ കാലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അഭിമാനത്തിനെയാണ് അവൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് അവന്റെ സൈക്കിളും പണമും ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ ഞാൻ അവനെ ഒരിക്കലും വിടില്ല. എന്തൊക്കെ തന്നെ വന്നാലും ഈ ചിങ്കാരം ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവനാണ്. ഹലോ ചന്തു, ഒരു ചെറുക്കൻ സൈക്കിൾ ഓടിച്ച് സ്പീഡിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അവനെ വിടരുത്. ഓ, എന്നെ സ്വീകരിക്കാനായിട്ട് ആ ഗുണ്ട ആൾക്കാരെ അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ വീനസ് സിറ്റിയിൽ എത്തിയിട്ടോ. ഓ യെസ് മുത്തശ്ശ, ശിവ വീനസ് സിറ്റിയിൽ എത്തിയെന്ന്. നോക്കിക്കോ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ശിവ അങ്ങോട്ട് എത്തിക്കോളും. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സുഖമില്ലാതെ പോലെ ഉണ്ടായി. എന്റെ നാട്ടിൽ വെച്ചിട്ട് എന്റെ മുത്തശ്ശിക്ക് ഇതുപോലെ സുഖമില്ലാതിരുന്നപ്പോ ഞാനാണ് മരുന്ന് മേടിക്കാൻ പോയത്. അതും 100 കിലോമീറ്റർ ദൂരെ പോണമായിരുന്നു. ഞാൻ എന്തുമാത്രം സ്പീഡിലാന്നറിയോ സൈക്കിൾ അങ്ങനെ ഓടിച്ച് ഇങ്ങനെ ഓടിച്ച് അങ്ങനെ ഒന്ന് നേരത്തെ ബെടായി അടിക്കാരാ. എനിക്കറിയാം നീ എങ്ങനെയാണ് സൈക്കിൾ ഓടിച്ചെന്നുള്ള കാര്യം. എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നേ? പറപ്പിച്ചാണോ നീ വന്നത്? അതെ സർ, ഞാൻ വേദ സിറ്റിയിൽ നിന്നുമാണ് വരുന്നത്. എന്റെ സൈക്കിളും ഓടിച്ച്. എന്ത്? വേദ സിറ്റിന്നോ? അതും സൈക്കിൾ ഓടിച്ചോണ്ടോ? റോഡ് ജാമാണ്, റെയിൽവേ ജാമാണ്. അപ്പൊ പിന്നെ നീ എങ്ങനെ സൈക്കിൾ ഓടിച്ചോണ്ട് വന്നു? സർ, അതൊക്കെ വിശദമായി ഞാൻ പിന്നീട് പറയാം. ദയവേത് ആ ഇഞ്ചക്ഷനും മരുന്നും എനിക്കൊന്ന് തന്നാൽ മതിയായിരുന്നു. സന്ധ്യയ്ക്ക് മുൻപ് എനിക്ക് തീർച്ചയായും വീട്ടിൽ എത്തേണ്ടതാണ്. ആ ആ ആ ക്ഷമിക്കണം, റെയിൽവേ എഞ്ചിന്റെ ഡ്രൈവറാണ്. അതായത് എഞ്ചിന്റെ ബ്രേക്ക് ഫെയിലായി എന്ന്. ആ അതെ മോനെ, ഞാൻ തന്നെയാ. ശിവ തന്നെയല്ലേ നീ? ഹാ അങ്കിൾ. വളരെ നന്ദിയുണ്ട് ശിവ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. നിന്നെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും നിന്നെ കുറിച്ച് ന്യൂസിൽ ഒരുപാട് കണ്ടായിരുന്നു മോനെ. എനിക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ അങ്കിൾ, എന്നാ ഞാൻ പോട്ടെ. എന്റെ മുത്തശ്ശി തീരെ സുഖയില്ലാതെ കിടക്കുവാ. ഈ മരുന്നും കൊണ്ട് ഞാൻ സൈക്കിളിലൂടെ വേദ സിറ്റിയിൽ എത്തേണ്ടതുണ്ട്. അതും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എത്തണം. എന്നാ എന്റെ കൂടെ വാ. ട്രാക്ക് ജാം ഇല്ലാത്ത സ്ഥലം വരെ ഞാൻ നിന്നെ ട്രെയിനിൽ കൊണ്ടാക്കാം.
നിനക്കപ്പോ സമയം കുറെ ലാഭിക്കാലോ. വാ. ബോസ്, ആ ചെക്കൻ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷ കിട്ടില്ലല്ലോ. നീ എത്തിക്കോ, ഞാനും എത്തിക്കോളാം. അല്ല, ഇതെന്താ വീണ്ടും ഈ ശല്യം തുടങ്ങിയല്ലോ. ഞാനും വേണമെങ്കിൽ നിന്നെ സഹായിക്കാം ശിവ. അത് ഇങ്ങോട്ട് തന്നേക്ക്. ഇതും ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് മോനെ. ഇത് നീ പിടിച്ചോ. അങ്കിൾ, ഞാൻ മുട്ടയും തക്കാളിയും ഒന്നും എറിയില്ല കേട്ടോ. ആണോ? ഇതിന് ഭേദം നീ എന്നെ ചീഞ്ഞ തക്കാളിയും മുട്ട എറിഞ്ഞാ മതിയായിരുന്നു. വൈകുന്നേരം ആവാറായി. ശിവയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലോ. അവൻ വന്നുകൊണ്ടേ ഇരിക്കുക, ഉടനെ എത്തും. അങ്കിൾ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ട്രാക്ക് മുഴുവൻ അവരെ അടച്ചിട്ടല്ലോ. നീ പേടിക്കണ്ട ശിവ, നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ ഞാൻ എത്തിച്ചോളാം. അവനെ ഞാൻ നശിപ്പിച്ചിരിക്കും. ഈ ചിങ്കാരം ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ഐ ആം സോറി ശിവ, ഇനി ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. താങ്ക് യു സർ. കുഴപ്പമൊന്നുമില്ല, ഇനി എനിക്ക് പോവാലോ. അങ്കിളുടെ സഹായം കാരണം ഒരുപാട് സമയം ലാഭിച്ചു. ഇനി അത്രയധികം സമയമില്ല. വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റിനുള്ളിൽ ശിവ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയരുത്.
ദാ ഇഞ്ചക്ഷൻ. മോനെ ശിവ എവിടെയാ? ഞാനിവിടെ മുത്തശ്ശിയുടെ അടുത്ത് തന്നെയുണ്ട്.